എന്തിനാണ് വർക്കേഴ്സ് മെഷീനുകളിൽ ഇത്രയധികം ഗ്രീസ് കുത്തി നിറയ്ക്കുന്നത്? കൂടുതൽ ഗ്രീസ് അടിച്ചാൽ കൂടുതൽ ലൂബ്രിക്കേഷൻ കിട്ടുമെന്ന് കരുതിയാണോ? കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നാമെങ്കിലും സംഗതി അങ്ങനെയല്ല. ബേസ് ഓയിൽ, തിക്കനർ, പിന്നെ ചില അഡിറ്റീവ്സും ചേർത്താണ് ഗ്രീസ് നിർമ്മിക്കുന്നത്. മെഷീൻ കറങ്ങാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചൂടും പ്രഷറും കാരണം ഗ്രീസ് അതിനുള്ളിലെ ഓയിലിനെ സാവധാനം പുറത്തുവിടും. ഈ ഓയിൽ മെറ്റൽ ഭാഗങ്ങൾക്ക് മുകളിൽ ഒരു നേർത്ത പാളി അല്ലെങ്കിൽ ഫിൽം ഉണ്ടാക്കുന്നു. ഗ്രീസ് കുറഞ്ഞുപോയാൽ ഈ ഓയിൽ പാളി മുറിയുകയും ലോഹഭാഗങ്ങൾ തമ്മിൽ ഉരഞ്ഞ് തേയ്മാനം സംഭവിക്കുകയും ചെയ്യും. എന്നാൽ ഗ്രീസ് കൂടിപ്പോയാലോ? അമിതമായ ഗ്രീസ് മെഷീന്റെ കറക്കത്തിന് തടസ്സമുണ്ടാക്കുകയും മെഷീനിലെ സീലുകൾ തള്ളിപ്പോകാൻ കാരണമാവുകയും ചെയ്യും. പിന്നെ എന്തിനാണ് ഈ ഗ്രീസുകൾ ചുവപ്പ്, നീല, പച്ച, കറുപ്പ് എന്നിങ്ങനെ പല നിറങ്ങളിൽ വരുന്നത്? വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയല്ല ഇത്. ഓരോ ആവശ്യങ്ങൾക്കായിട്ടാണ് കമ്പനികൾ വ്യത്യസ്ത നിറങ്ങൾ നൽകുന്നത്. ഉദാഹരണത്തിന്, ഉയർന്ന ചൂടിനെ പ്രതിരോധിക്കാൻ ഹൈ ടെമ്പറേച്ചർ ഗ്രീസ്. പക്ഷേ നിറം നോക്കി മാത്രം ഗ്രീസിന്റെ ഗുണം പറയാൻ കഴിയില്ല. അതിന്റെ ഗ്രേഡ്, സ്പെസിഫിക്കേഷൻ, മെഷീൻ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നിവയാണ് പ്രധാനം.